എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ട്രഫാർഗറിലോ അവനാണെങ്കിൽ സോറോയെ പിടിച്ചു വലിക്കും. നീ എന്താ ഈ ചെയ്യണേ? നിന്നോട് ഞാൻ പേരൊക്കെ മാറ്റി വേറൊരു ക്യാരക്ടറായി ആ ഫ്ലവർ ക്യാപിറ്റലിൽ അവിടെ ഒളിച്ചു നിൽക്കാനല്ലേ പറഞ്ഞത്. നീ എല്ലാ പ്ലാനുകളും ഓൾറെഡി ഇവിടെയുള്ളവരുടെ കണ്ണുകളിൽ നീ ഒരു വാണ്ടഡ് പേഴ്സൺ ആണ്. മാത്രമല്ല നീയും ലൂഫിയും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ മെയിൻ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലാഷ് ആക്കി. ഇനി നമ്മുടെ ഐഡിയ പ്ലാനുകൾ അതെല്ലാം തന്നെ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ച് അവനാണെങ്കിൽ ദേഷ്യത്തിൽ നിലവിളിക്കും. കട്ട് ചെയ്താ ഇവിടെ ആ കപ്പലിലാണെങ്കിൽ ആ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോഴും ആ സ്പീഡ് പെണ്ണിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൾക്ക് ഗിഫ്റ്റായിട്ട് ക്യാരറ്റും കുറച്ച് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ അവൾ അങ്ങനെ കൊടുക്കും. സ്പീഡും നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ അത് വാങ്ങി കഴിക്കുകയാണ്. ഇവിടെ ലോയോട് ഇപ്പൊ നമ്മുടെ സോറോ പറയും, ഞാനല്ല ഇതിനെല്ലാം കാരണക്കാരൻ ലൂഫിയാണ്, ഞാൻ അവന്റെ കൂടെ നിന്നു എന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉടനെ ലോ ആണെങ്കിൽ ആ കപ്പലിന് ചുറ്റും നോക്കും. അവിടെ എവിടെയും ലൂഫിയെ കാണാനില്ല. അത് മാത്രമല്ല ആ സ്പീഡ് പെണ്ണിനെ കണ്ട് അവൻ ഷോക്കാവും. ലോ കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, അതിരിക്കട്ടെ, എന്നിട്ട് ലൂഫി അവനെ ഇവിടെ കാണാനില്ലല്ലോ, അവനെ മാത്രം ഇപ്പൊ കപ്പലിൽ കാണാനില്ലല്ലോ. അതിന് തലയൊക്കെ ചൊറിഞ്ഞ് നമ്മുടെ സോറോ അവൻ ചുറ്റും നോക്കും. ഇത്രയും നേരവും അവൻ ഈ കപ്പലിലുണ്ടായിരുന്നു, എന്തോ ഒന്ന് മിസ്സായെന്ന് പറഞ്ഞ് അവൻ എവിടേക്കോ പോകുന്നത് കണ്ടു എന്ന് പറയും. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവന് മിസ്സായി പോയത് മറ്റൊന്നുമല്ല, കുടിക്കാനുള്ള പ്യൂരിഫൈഡ് വാട്ടർ ആണ്. ആ വില്ലന്മാരാണെങ്കിൽ ഒരു ബാരലിൽ പിടിച്ചു വെച്ച് പറയും, ഒരു കാരണവശാലും ഈ വെള്ളം ഞങ്ങൾ തരില്ല, ഇത് കാട് വില്ലൻ ഞങ്ങളുടെ ഷോഗൺ മാസ്റ്ററിന് കുടിക്കാനുള്ള പ്യൂരിഫൈഡ് വാട്ടർ ആണ്, ഇതിൽ നിന്ന് നീ വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ നീ കുടിച്ച ഇതിന്റെ ക്വാളിറ്റിയും പ്യൂരിറ്റിയും ഒക്കെ നഷ്ടപ്പെടും, ജീവൻ പോയാലും ഇത് നിനക്ക് വിട്ടു തരില്ല. ലൂഫി ആണെങ്കിൽ ഞൊടിയിടയിൽ ആ ബാരല് അതങ്ങനെ മൂടോടെ പൊക്കിയെടുത്ത് അവർക്കെല്ലാം ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഓരോ ബിൽഡിങ്ങിലൂടെ ചാടി ഓടിപ്പോവും. അതേസമയം നമ്മുടെ ആൾക്കാർ അവർ കപ്പലുമായിട്ട് ഇപ്പം ഏകദേശം ആ വേസ്റ്റ് ഐലാൻഡിന്റെ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞു. അവിടെയുള്ള വലിയ വലിയ ആൾക്കാർ, കുഞ്ഞുങ്ങൾ, സാധാരണക്കാർ അവരെല്ലാവരും പട്ടിണിയാൽ ബുദ്ധിമുട്ടാണ്. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരുടെ കപ്പല് അതിപ്പോ ആ ഐലാൻഡിലേക്ക് വരികയാണ്. ആ ഐലാൻഡിലുള്ളവർക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് വിശ്വസിക്കാനാവില്ല. അവരിതുവരെ കാണാത്ത അത്രയും ഫ്രഷും പ്യൂറും ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ആ ഒരു കപ്പലിൽ. അവരാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ആ കപ്പലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ആർത്തിയോടുകൂടെ അവർ ആ കപ്പലിലേക്ക് പാഞ്ഞു കയറും. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് കണ്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ മനസ്സും കണ്ണും ഒക്കെ നിറയും. പക്ഷെ അവരുടെ സന്തോഷം അത് തല്ലിക്കെടുത്താനായിട്ട് ഒരുപാട് വില്ലന്മാർ അവിടേക്ക് ഓടി വരികയാണ്. നോ, ഒരാൾ പോലും ആ ഫുഡിൽ കൈവെക്കാനായിട്ട് പാടില്ല, അത് ഞങ്ങളുടെ ഫുഡാണ്, നിങ്ങൾക്കത് കഴിക്കാനുള്ള യോഗ്യതയില്ലാതെ പറയും. അത് കേട്ട് ടോറോയും ലോയും ആ സാമുറായി പെണ്ണും അവർ 3 പേരും ഇപ്പൊ വില്ലന്മാരെ ചെറുക്കാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും ലൂഫി അവൻ ആ വലിയ ബാരലിൽ വെള്ളമായിട്ട് അവിടേക്ക് പറന്നു വരിക. ലൂഫി ആ ബാരലാണെങ്കിൽ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ വില്ലന്മാരുടെ തലയിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കും. അവരുടെ കഥ അതോ ഗതി. ഗ്രാമത്തിലുള്ളവർക്കാണെങ്കിൽ അപ്പോഴും ഭയങ്കര പേടി. ലൂഫി ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും നിങ്ങളെ മിരട്ടാൻ വരുമോ, ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഇതെല്ലാം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞാൽ മതി, മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാവർക്കും കറേജ് കൊടുക്കും. അത് കേട്ട് എല്ലാവരും ഇപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ കഴിച്ചും ഫ്രഷ് വാട്ടർ അത് കുടിച്ചും അവരങ്ങനെ അവരുടെ വിശപ്പും ദാഹവും അകറ്റും. ലൂഫി ഒരു ആപ്പിൾ എടുത്ത് ഇപ്പം നമ്മുടെ വയലറ്റ് പെണ്ണിന് ഗിഫ്റ്റായിട്ട് കൊടുക്കും. നീ ചെയ്തതിനുള്ള എൻ്റെ ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് ഓ നോ, എനിക്കും ഫുഡ് വേണമെന്ന് നിലവിളിച്ച് ഇപ്പോൾ ആ കപ്പലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇവിടെ ലോയാണെങ്കിൽ ലൂഫിയെ കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറയില്ല. കാരണം ലോയ്ക്ക് നന്നായിട്ട് അറിയാം ലൂഫിക്ക് അവൻ്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് മാത്രമേ അവൻ ചെയ്യൂ. കട്ട് ചെയ്താ ഇപ്പം ആ കാർഡ് വില്ലനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഐലാൻഡിലേക്ക് ആരൊക്കെയാണ് എത്തിയതെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞു. റോഹാറ്റ് ലൂഫി, അവൻ്റെ ടീമിലുള്ള സോറോ, ട്രഫാർഗറിലോ അവർ 3 പേരുമാണ് ഇവിടേക്ക് എത്തിയത്. അവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ മുകളിലുള്ള ടോപ്പ് ഒഫീഷ്യൽസിനെ അറിയിക്കുകയാണ്. അവനാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ ലുക്ക് വിട്ട് ഇനിയാണ് പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറയും. ഇവിടെ ജനങ്ങളെല്ലാവരും അവർക്ക് കിട്ടിയ ഫുഡിൽ സംതൃപ്തരാണ്. അവരാണെങ്കിൽ അവർ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡ് അതിപ്പോൾ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങും. ആ ഫുഡ് മാത്രമായിരിക്കില്ല, ആ കപ്പലിൻ്റെ പാർട്സ് അതൊന്നായിട്ട് അഴിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വുഡും അവർ കളക്ട് ചെയ്യാൻ തുടങ്ങും. ആ വയലറ്റ് പെണ്ണാണെങ്കിൽ നമ്മുടെ ലൂഫി കൊടുത്ത ആ ഒരു ആപ്പിളിലേക്ക് തന്നെ നോക്കുകയാണ്. അവൾക്കാണെങ്കിൽ അത് വലിയൊരു നിധിയായിട്ടായിരിക്കും തോന്നുക. മറ്റൊരു ഭാഗത്ത് സാമുറായി പെണ്ണിനാണെങ്കിൽ അവളുടെ പേടി കൂടിക്കൂടി വരും. കാരണം ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. അധികം വൈകാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ആ വില്ലന്മാരറിഞ്ഞ് വലിയൊരു യുദ്ധവുമായിട്ട് അവരിവിടേക്ക് എത്തുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. സോ ഈ ഒരു സന്തോഷത്തിന്റെ ആയുസ്
അത് അധികം നേരം ഉണ്ടാവില്ലെന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെ പേടിച്ചു നിൽക്കും. ഇവിടെ വയലറ്റ് പെണ്ണാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ ആപ്പിൾ കഴിക്കും. അതിനുശേഷം അവൾ ലൂഫിയോട് പറയും, ഞാൻ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇത് സത്യത്തിൽ ഞങ്ങളുടെ സ്വപ്ന ദിവസമാണ്. സോ ഈ ഒരു ദിവസം അത് സമ്മാനിച്ചതിൽ നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും അവസ്ഥ പഴയതുപോലാവും. പക്ഷെ അതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഈ സന്തോഷം അത് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ, അതിൽ മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ലൂഫി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് സന്തോഷിക്കും. ഇന്ന് ഒരു ദിവസം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാവും. ഇന്നു മുതൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് നല്ല വെള്ളം കുടിച്ച് ജീവിക്കും. അത് എൻഷുർ ചെയ്തിട്ട് മാത്രമേ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഈ ഐലാൻഡ് വിടുവെന്ന് അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അത് കേട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അവിടെയുള്ളവരും എല്ലാവരും തന്നെ ഞെട്ടും. വയലറ്റിനാണെങ്കിൽ ലൂഫി പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോഴും എയ്സിനെ ആയിരിക്കും ഓർമ്മ വരിക. അവസാനമായിട്ട് എയ്സ് പറഞ്ഞ കാര്യം അത് മറ്റൊന്നും ആയിരുന്നില്ല, എൻ്റെ രണ്ടാമത്തെ വരവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. നിങ്ങൾക്ക് എന്നും കുടിക്കാൻ നല്ല പ്യുവർ വാട്ടറും ഫുഡും ഒക്കെ തന്നെ ഞാൻ റെഡിയാക്കി തരും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് എയ്സ് അവിടുന്ന് കടന്നു പോയത്. എയ്സ് ആണെങ്കിൽ ഇപ്പൊ ജീവനോട് കൂടെ ഇല്ല. എയ്സിന്റെ ശബ്ദം അതിപ്പോ ലൂഫി ഏറ്റെടുത്ത് നിറവേറ്റാനായിട്ട് പോവുകയാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മുടെ വയലറ്റ് പെണ്ണ് അവളങ്ങനെ വിതുമ്പി കരയും. അതുകൊണ്ട് ലൂഫി ആണെങ്കിൽ കാര്യം അന്വേഷിക്കും. അതിനവൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞു നിന്ന് അവളുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സോറോ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറ്റപ്പെടുത്തും. നീ ഇത് കണ്ടില്ലേ, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ട്രഫാൽഗറിലോ ആൾ എന്നോട് ദേഷ്യപ്പെട്ടത്. നീയാണ് പ്ലാൻസ് എല്ലാം തന്നെ കുളവാക്കിയത്. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ വണ്ടടിച്ച് നിന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് ഇപ്പൊ ലോയോട് ചോദിക്കും. ഭ്രാന്ത് പിടിച്ച ലോയാണെങ്കിൽ അലറും, നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇനി എത്രയും വേഗം നമുക്കിത് മാനേജ് ചെയ്യണം. അതിനാദ്യം നമ്മൾ ദൂരത്ത് കാണുന്ന ആ കോട്ടയിലേക്ക് പോകണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ സാമുറായി പെണ്ണാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. അവൾക്ക് ആ കോട്ടയെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഹില്ലിലേക്ക് പോകാൻ തയ്യാറാവും. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വയലറ്റ് അവളാണെങ്കിൽ ഇപ്പോഴും ആ സ്പീഡ് ലേഡിയെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അവളിപ്പോ ആ സ്പീഡിന്റെ പുറത്ത് കയറി അവളുടെ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകാൻ അങ്ങനെ റെഡിയാവും. ലോയാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ കാഴ്ച നോക്കി കാണുകയാണ്. കാരണം ആ സ്പീഡ് പെണ്ണ് അവൾ സാധാരണ ഒരു വില്ലത്തിയല്ല. അത്രയും പവറുള്ള വില്ലത്തിയെ ഈ കുഞ്ഞി പെണ്ണ് അവളെ കൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു ചിന്തിച്ച് അവൻ അങ്ങനെ വണ്ടറടിക്കും. ലൂഫി ആണെങ്കിൽ വയലറ്റിനോട് പറയും, ഈ ഒരു ലയണിനെയും മാസ്റ്ററിന്റെ ഈ സ്ക്വാഡും ഇത് രണ്ടും എൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ തിരികെ എത്തിക്കാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. ഉടനെ അത്രയും നേരവും പട്ടിണിയിലും പരിവട്ടത്തിലും ബുദ്ധിമുട്ടിയ കുഞ്ഞുങ്ങളും വയസ്സായവരും എല്ലാവരും ലൂഫിയുടെ പേര് വിളിച്ച് അങ്ങനെ ചേറിയാണ്. ലൂഫിയൻ ടീമാണെങ്കിൽ ഇപ്പൊ ഹില്ല് ലക്ഷ്യമാക്കി പോവും. ട്രഫാൽഗറിലേക്കാണെങ്കിൽ ദേഷ്യം കൂടി വരും. അവൻ പല്ല് കടിച്ച് ലൂഫിയോട് പറയും, നമ്മളെല്ലാവരും പൈററ്റ്സ് ആണ്. ഓരോ ഐലാൻഡിലേക്കും പോയി അവിടെയുള്ളവർക്ക് നന്മ ചെയ്യാനല്ല നമ്മൾ പൈററ്റ്സ് ആയത്, അത് നീ മറക്കരുത്. ആ സാമുറായി പെണ്ണാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളോടൊപ്പം ആ കോട്ടയിലേക്ക് വരാൻ എനിക്കും അനുവാദം തരണം. വേറെ വഴിയില്ലാതെ അവരും ഇപ്പൊ അവൾക്ക് അനുവാദം കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ കോട്ടയെക്കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാം. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ ആ കോട്ട ലക്ഷ്യമാക്കി പോവും. ലോ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഒരു താക്കീത് കൊടുക്കും. നമ്മൾ ആ മൗണ്ടൈനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില സത്യങ്ങൾ മനസ്സിലാക്കും. സോ എന്തിനും നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.